കാറ്റത്തി കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷ് നിധിയും പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് പുറത്ത്. അപ്പോഴത്തേക്കും അവിടെ കല്യാണ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പന്തലൊക്കെ ഇളക്കാൻ വേണ്ടി എല്ലാവരും പുറത്ത് നിൽപ്പുണ്ട്. അങ്ങനെ ആ സമയത്ത് അവരുടെ വലിയച്ഛൻ വരികയാണ്. വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഈ പന്തലിട്ടെ, വീടൊക്കെ നശിപ്പിച്ചോ, ഇല്ലാതാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് താനാടോ ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ വരുന്നുണ്ട്. നീ ഈ വീട്ടിലെ എന്തിനെ ഉദ്ദേശിച്ചാണ് കയറി വരുന്നേ, നിൻ്റെ ആരാ നിനക്ക് ഇതിനൊക്കെ അവകാശം തരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഈ വീട്ടിലെ അവകാശമുണ്ടെന്നല്ലേ പറയുന്നേ, ഇനി ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് ഈ നാട ചവിട്ടി പോകില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിതീഷ് പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഒരു കല്യാണം നടന്നതിൻ്റെ അസൂയ ഇപ്പോൾ ഇയാൾക്ക് നടക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ അയാൾ വിചാരിച്ചു കല്യാണമൊന്നും നടക്കില്ല, ചുമ്മാ ഒരു നേരം പോക്ക് പോലെ ആളിനെ നാണം കെടുത്താമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് അയാൾക്ക് ദേഷ്യം വന്ന് അവരെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഭാസ്കരൻ പിടിച്ച് തള്ളുന്നുണ്ട്. തള്ളിയപ്പോഴത്തേക്ക് തല വന്ന് അടിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിധി ഇരിക്കുകയാണ്. നിധി പറയുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ ഇവിടെ സർവ്വസാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്, ഇതാലോചിച്ച് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട, ചേട്ടത്തിൽ പോയി ചായ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് എല്ലാവർക്കും ചായ ഇട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നിധിക്കും ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് സുധീഷ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണമെന്നാണ് താല്പര്യം, എനിക്കൊരു ഹോസ്റ്റലിൽ നോക്കണമെന്ന് പറയുന്നുണ്ട്, നമുക്കൊന്ന് പോവാമോ അന്വേഷിക്കാനെന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ സുഭാഷിൻ്റെ അടുത്താണ്, എനിക്കൊരു ഹോസ്റ്റലിൽ മാറണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു ഹോസ്റ്റലിൽ നോക്കി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും പെട്ടെന്ന് പോകണോ? അപ്പോഴത്തെ സുധീഷ് പറഞ്ഞ്, നോക്കിയൊന്നും വേണ്ട, എന്നാലേ നമുക്ക് തമ്മിൽ ഇവിടെ അടുക്കാൻ പറ്റുകയുള്ളൂ, അത് സുഭാഷിനെ അറിയാമല്ലോ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം, ഇനി വീട് നോക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ ഇപ്പോഴേ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സുഭാഷ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എല്ലാവരും കൂടെ വരുന്ന അനിയന്മാരൊക്കെ വന്ന് പറയും, എന്താ ഇവിടെ പോകാൻ നിൽക്കുക? അങ്ങനെ പറയും, ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം, ഒരു ഹോസ്റ്റലിൽ അന്വേഷിക്കണമെന്ന് സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ അവർ പോയപ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു ഹോസ്റ്റലിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുകയും അവിടെ പോയി ചോദിക്കുകയും ചെയ്യുന്നു. ഒരു ഹോസ്റ്റലിൽ ഒരാൾ നിർക്കാൻ വേണ്ടി ചോദിക്കാനാണ് വന്നത്, ഒരാളെയൊക്കെ നിർത്താമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധിയെ വിളിക്കുകയും നിധിയായിട്ട് പോയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ആ റൂമൊക്കെ ഉണ്ട്, ഒരാൾക്ക് നിൽക്കാം, പഠിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, തന്നെ എവിടെയോ കണ്ടതുപോലെ തോന്നുക, ഇവിടെ ഒരു ഓൺലൈൻ ടാക്സിയിൽ ഒരു ഡ്രൈവറെ പോലെ ഉണ്ട് ഇവിടെ വന്ന് എന്ന് പറയുന്നുണ്ട്. അത് ഞാനായിരിക്കും, ഇതിൽ വേറെ ആയിരിക്കും എന്ന് സുധീഷ് മറുപടി പറയുന്നുണ്ട് അവരുടെ അടുത്ത്. അങ്ങനെ അവർ ചോദിക്കുകയാണ്, എന്തായാലും ഇതിൽ ഐഡൻറ്റി കാർഡോ എന്തെങ്കിലും പ്രൂഫ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും നിധിയുടെ കയ്യിലില്ല, അത് എടുക്കാൻ മറന്നിട്ടുണ്ടെന്ന് നിധി സുഭാഷിൻ്റെ അടുത്ത് സുധീഷിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മനസ്സിലായി, എന്താ വെച്ചാലും ഇത് വീട് ശരിയാവത്തില്ല, ഈ ഹോസ്റ്റലും ഒന്നും ശരിയാവത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ നിധിയെയും കൂട്ടി വീണ്ടും അവിടെ വീട്ടിലേക്ക് പോവുകയാണ്. എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ തന്നെ ഏതെങ്കിലും പ്രൂഫ് വേണം, ഐഡൻറ്റി കാർഡോ ആധാറോ അങ്ങനെ ഒന്നും തന്നെ നിധിയിൽ ഇല്ല, അതെല്ലാം വീട്ടിലാണ്. അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് വരികയും അങ്ങനെ സുധീഷിന് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിൽ തന്നെ നിൽക്കുമല്ലോ എന്നൊരു തോന്നലും അവനുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് എല്ലാവരും കൂടി പറയുന്നുണ്ട്, എന്തായിരുന്നാലും അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പാവം തോന്നുക, അച്ഛൻ കാരണമല്ലേ ഈ കല്യാണം ഇത്രയും നല്ല രീതിയിൽ നടത്താൻ പറ്റിയത്, നമ്മൾ ചിന്തിച്ചേക്കാളും അപ്പുറത്ത കല്യാണത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ അതിന് അച്ഛന് തന്നെ ആ ക്രെഡിറ്റ് മൊത്തം നമുക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ, അതൊന്നും പറയുന്നും വേണ്ട കൂടുതൽ എന്ന് പറയുന്നുണ്ട് അനിയന്മാരെല്ലാവരും കൂടി. അങ്ങനെ നിന്നപ്പോഴത്തേക്കുമാണ് വലിയച്ഛൻ വരുന്നുണ്ട്. വലിയച്ഛൻ വന്ന് പറയുന്നുണ്ട്, നീ എന്നെ തലയിലടിച്ച് പൊട്ടിച്ചല്ലേ, പോലീസും കേസും കൊടുത്തിട്ട് പോലീസിനെയും കൊണ്ടാണ് വരവ്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അച്ഛനെ കൊണ്ടുപോകാനാണ് വന്നത്, എന്താ കേസെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ തള്ളിയിട്ട കേസാണ്, അങ്ങനെ അയാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക, നീ വരണം എന്ന് പറയുന്നുണ്ട്. ഞാനല്ലല്ലോ, ഭാസ്കരൻ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വലിച്ചെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും തന്നെയൊക്കെ കൊല്ലേണ്ടതാണ്, ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ്, ഞാൻ ചെയ്ത തെറ്റ്,